Welcome to the world of statistics. So now, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് മോഡ്സ് ഓഫ് കൺവേർജൻസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മുടെ ആർത്ത് മീൻ കൺവേർജൻസ്, probability convergence, convergence in law. So it's a very important topic in statistics. Actually, എനിക്ക് തോന്നുന്നു കുറേ അധികം റിസൾട്ടുകൾ എന്താ പറയാ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മോഡ്സ് ഓഫ് കൺവേർജൻസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ UGC നെറ്റിന്റെ സിലബസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നിടത്ത് probability and distributions എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് മോഡ്സ് ഓഫ് കൺവേർജൻസ് കൊടുത്തിട്ടുണ്ട് പഠിക്കാനായിട്ട്. ഇതിപ്പോ ഒരു UGC നെറ്റ് എന്നുള്ളതിന് പുറമെ ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PSC എക്സാമോ അല്ലെങ്കിൽ ഇപ്പൊ ASRBയുടെ എക്സാമോ അങ്ങനെ എന്ത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എടുത്ത് നോക്കിയാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മോഡ്സ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഫോർ ഗെറ്റിംഗ് മോർ വീഡിയോസ് റിലേറ്റഡ് ടു എനി സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് എക്സാംസ്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാണ്. മോഡ്സ് ഓഫ് കൺവേർജൻസ് മെയിൻ ആയിട്ടും convergence in probability, convergence in law, convergence in arth mean, almost sure convergence. ഇങ്ങനെ 4 കൈൻഡ് ഓഫ് കൺവേർജൻസുകളാണ് വളരെ മെയിൻ ആയിട്ടുള്ള കൺവേർജൻസ്. ഓൾമോസ്റ്റ് all the laws, weak law of large numbers, strong law of large numbers, Chebyshev inequality, and moreover എല്ലാവർക്കും പരിചയമായിട്ടുള്ള നമ്മുടെ കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി ഓഫ് ആൻ എസ്റ്റിമേറ്റർ, ഒരു എസ്റ്റിമേറ്ററിന്റെ കൺസിസ്റ്റൻസി പ്രോപ്പർട്ടി, ഇതൊക്കെ മോഡ്സ് ഓഫ് കൺവേർജൻസിന്റെ അണ്ടറിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഏതൊരു എക്സാം ഫേസ് ചെയ്യുന്ന ഒരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഞാൻ 4 കൈൻഡ് ഓഫ് കൺവേർജൻസിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. അതിലെ ഫസ്റ്റ് കൺവേർജൻസ് തുടങ്ങുകയാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. ഓക്കെ, convergence in probability. Convergence in probability എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ വളരെ ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കൺസിസ്റ്റൻസിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ മതി. നമ്മുടെ എസ്റ്റിമേഷനിലെ കൺസിസ്റ്റൻസിയുടെ ഡെഫിനിഷൻ ആണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. സോ ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു ബേസിക് പ്രോപ്പർട്ടി ലൈ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കൺസിസ്റ്റൻസി ആണ്. അപ്പൊ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ a sequence of random variables, a sequence of random variables a sequence of random variables x1, x2, etc. up to xn is said to be convergence in probability is said to be convergence in probability to a constant a. This a may be any constant 1, 2, 0, etc. മോസ്റ്റ്ലി 0 ആണ് വരാം. ഒരു സീക്വൻസ് 0യിലോട്ട് കൺവേർജ് ചെയ്യുന്നതാണ് മിക്കവാറും ഉള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. whatever it is, a is a constant that may be any number. അപ്പോ ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് x1, x2, etc. xn എടുത്താൽ അത് എപ്പോഴാണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എയിലായിട്ട് കൺവേർജ് ചെയ്യപ്പെടുന്നത്? if for any epsilon greater than 0, if for any epsilon greater than 0, limit n tends to infinity, probability of mod xn minus എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യേണ്ടത് that value less than epsilon is equal to 1. It's a very important thing. Okay. അപ്പോ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഒരു സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റിലേക്ക് കൺവേർജ് ചെയ്യപ്പെടുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ limit n tends to infinity, probability of
mod xn minus a less than epsilon is equal to 1. അതായത് ഈ ഒരു പ്രോബബിലിറ്റിയുടെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സനും എയും തമ്മിലുള്ള ദൂരം ഡിഫറൻസ് ദാറ്റ് ഇസ് ദ മോഡുലസ്. മോഡുലസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ മാത്തമാറ്റിക്സിൽ? മാത്തമാറ്റിക്കലി മോഡുലസ് മീൻസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പെർട്ടിക്കുലർ ടു ക്വാണ്ടിറ്റീസ്. അപ്പൊ ഇവിടെ എക്സനും എയും തമ്മിലുള്ള ദാറ്റ് ഡിഫറൻസ് ഓർ ദ ഡിസ്റ്റൻസ്. എപ്സിലോൺ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാണ് യൂഷ്വലി നമ്മൾ പറയുന്നത്? വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്, പക്ഷെ അത് സീറോയേക്കാൾ വലുതാണ്. അതായത് ഒരു 0.0001 that kind of quantity is epsilon. അപ്പൊ അങ്ങനെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയെക്കാളും ചെറുതാണെങ്കിൽ ഈ ദൂരം അതിന്റെ പ്രോബബിലിറ്റി 1 ആണ്. എന്ന് വെച്ചാൽ എക്സനും എയും വളരെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ എക്സൻ എയിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ദൂരം വളരെ കുറവാണ്. എക്സനും എയും വളരെ അടുത്തുള്ള രണ്ട് ആൾക്കാരാണ്. ആ പ്രോബബിലിറ്റി 1 ആണ്. എന്ന് വെച്ചാൽ അത് കറക്റ്റ് ആണ്. എക്സനും എയും തമ്മിൽ അധികം ദൂരമില്ല. This is a convergence in probability. ഇത് എപ്പോഴാണ് സാധ്യമാകുന്നത്? as n tends to infinity, that is limit n tends to infinity. ഇനി ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് xn convergence in probability to a. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. So this is all about the convergence in probability. Okay. xn convergence in probability to a as n tends to infinity. ഇനി ഈ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരട്ടെ. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയുടെ പ്രോബ്ലം കാണിച്ചു തരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൺവേർജൻസ് പഠിക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ആണ് കേട്ടോ. കൺവേർജൻസ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും അത്ര വൈഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരു ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Okay. Very simple question നോക്കാം. If probability of xn is equal to n square is equal to 1 by n and probability of xn is equal to 0 is also equal to 1 by n. Check whether xn convergence in probability to 0. xn convergence in probability to 0 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എക്സന്റെ വാല്യൂ 0 ആകാം, n സ്ക്വയറും ആകാം. രണ്ടായാലും പ്രോബബിലിറ്റി 1 by n ആണ്. അതാണ് ആ സീക്വൻസിന്റെ പ്രത്യേകത. അങ്ങനെയാണ് സീക്വൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എക്സൻ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു 0 ആണോ എന്നാണ് എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പൊ ഞാൻ അതിനു മുന്നേ നമ്മുടെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് എഴുതാണ്. ലിമിറ്റ് n tends to infinity or as n tends to infinity probability of mod xn minus a. ആ a എന്തായിരുന്നു? ആ സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യപ്പെടുന്നത് ആ ക്വാണ്ടിറ്റി. ഇവിടെ here we need to check out xn convergence in probability to 0. So a becomes 0. Less than epsilon is equal to 1. ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം? limit n tends to infinity probability of mod xn minus 0 greater than epsilon is equal to 0. കറക്റ്റ് അല്ലേ? അതായത് ശരിക്കും ഒരു സീക്വൻസ് എങ്ങോട്ടാണോ കൺവേർജ് ചെയ്യുന്നത്, കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ദാറ്റ് മീൻസ് ആ രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കണം. അപ്പൊ ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റിയേക്കാൾ ചെറുതാണ്. അപ്പൊ അത് കറക്റ്റ് 1 വരും. ശരിയാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ 0 വരില്ലേ? എന്ന് വെച്ചാൽ എക്സനും ആ 0യും തമ്മിലുള്ള ഡിഫറൻസ് ആ ചെറിയ ക്വാണ്ടിറ്റിയേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതിന്റെ അർത്ഥം ആ എക്സനും 0യും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് എന്ന്. അപ്പൊ ആ പ്രോബബിലിറ്റി 0 ആവണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത്.
ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും സ്യൂട്ട് ആയിട്ടുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷനും പറ്റും. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ലിമിറ്റ് n tends to infinity, probability of mod xn minus 0 greater than epsilon 0 വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ 0 കിട്ടിയാൽ എനിക്ക് പറയാൻ പറ്റും xn convergence in probability to 0 ആണെന്ന്. അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ ഉള്ള സിറ്റുവേഷൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. Then limit n tends to infinity, probability of ഇവിടെ എന്താ വരാം? ഇത് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? xn minus epsilon greater than 0 greater than epsilon. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം കുറച്ചും കൂടെ ഭംഗിയായിട്ട്? xn greater than epsilon. കാരണം -0 കൊടുക്കേണ്ട ആവശ്യമില്ല. It's a zero quantity. This will be equal to limit n tends to infinity, probability of mod xn ന്റെ വാല്യൂ എപ്സിലോണിനേക്കാളും വലുതാണ്. ഈ എപ്സിലോൺ എന്ന് പറയുന്ന ആള് നമ്മൾ തൊട്ടു മുന്നേ ഡെഫിനിഷൻ പറഞ്ഞപ്പോ പറഞ്ഞു എപ്സിലോൺ ഇസ് എ ഗ്രേറ്റർ ദാൻ 0 സ്മോൾ ക്വാണ്ടിറ്റി. ഗ്രേറ്റർ ദാൻ 0 ആണ്, എന്നാൽ വളരെ ചെറുതുമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് എപ്സിലോൺ. അപ്പോ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് വെച്ചാൽ xnന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരണം. അങ്ങനെ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരേ ഒരു വാല്യൂ അല്ലേ ഉള്ളൂ xnന്, ദാറ്റ് ഇസ് x സ്ക്വയർ n സ്ക്വയർ. ഇതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷൻ എടുത്തത്, ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എന്നുള്ളത് എടുത്തത്. ഓക്കെ, സോ ലിമിറ്റ് n tends to infinity, probability of xn equal to n square എന്നുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ ഇവിടെ വരുള്ളൂ. ബിക്കോസ് മോഡ് xn ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ആവണം. xnന് ആകെ രണ്ട് വാല്യൂസ് ആണ് നമുക്കുള്ളത്, n സ്ക്വയറും 0. അപ്പൊ അതിൽ n സ്ക്വയർ വരും. ഇനി ഈ പ്രോബബിലിറ്റി എന്താ? ലിമിറ്റ് n tends to infinity, probability of xn equal to n square, that is already given 1 by n. ഇതിന്റെ അർത്ഥം എന്താ? n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോ 1 by n എന്ത് വരും? അതായത് 1 by infinity, that is 0. അപ്പൊ 0 വന്നില്ലേ? So here we can say that xn convergence in probability to 0. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷെ ഇത് ഇങ്ങനെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ മേ ബി ചോദിക്കാം. വളരെ ചാൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. UGC നെറ്റിന്റെ വരുന്ന ഒരു കൈൻഡ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് അപ്പൊ മനസ്സിലാവും. ഓക്കെ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയില് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കമന്റ്സ് ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കൂ. 2-3 വീഡിയോയിൽ അങ്ങനെ കമന്റ്സ് ഒന്നും ആൻസേഴ്സ് ഒന്നും കമന്റ് ചെയ്ത് കണ്ടില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ നമുക്ക് അത്ര പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മള് അല്ലാണ്ട് റെക്കോർഡ് ചെയ്തോണ്ട് ഇത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ റെക്കോർഡ് ചെയ്തത് ഇന്നലെ. ഓക്കെ, now the second one is convergence in law. Convergence in law. Okay, ഈ convergence in probability define ചെയ്ത പോലെ convergence in law എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Let sequence Fn be a sequence of CDS. CDS എന്ന് പറഞ്ഞാൽ cumulative density functions, cumulative distribution functions. അതായത് നമ്മൾ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസിന് ക്യാപിറ്റൽ f of x പഠിച്ചിട്ടുണ്ട്, CDF ഇല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെയും CDF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. If there exists a CDF capital F, if there exists a CDF capital F such that limit n tends to infinity,
Fn of x is equal to f of x at every point x for which capital F is continuous. Then we can see that Fn is convergence in low to F, or that sequence, the corresponding sequence Xn is converges to X in low. Weekly എന്ന് പറയാറുണ്ട്, L അല്ലെങ്കിൽ W എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്, whatever it is. അതായത് ഒരു സീക്വൻസ് ഓഫ് സി ഡി എഫുകൾ ഉണ്ട്, Fn of x എന്ന് പറഞ്ഞിട്ട് ഒരു സീക്വൻസ് ഓഫ് സി ഡി എഫുകൾ ഉണ്ട്. ആ സീക്വൻസ് ഓഫ് സി ഡി എഫുകൾ കൺവേർജൻസിൽ ലോ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് ഓഫ് സി ഡി എഫുകളില് n tends to infinity എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു പെർട്ടിക്കുലർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് കൺവേർജൻസ് ഇൻ ലോ. ഇതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. കൺവേർജൻസ് ലോയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Let xn follows uniform minus n to n. Check xn convergence in low or weakly, രണ്ടും കൊടുക്കാം, to x. അപ്പോ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ ഡെഫിനിഷൻ എഴുതി നോക്കുന്നു, ചെയ്യാൻ പറ്റുമോ. അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച്, അതായത് കൺവേർജൻസ് ഇൻ ലോയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് n tends to infinity fn of x ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലോട്ട്, അതായത് സീക്വൻസിന്റേതല്ലാത്ത ഒരു സി ഡി എഫിലോട്ട് ഇത് കൺവേർജ് ചെയ്യണം. Fn of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്വൻസ് ഓഫ് xnന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്, സി ഡി എഫ് ആണ് Fn of x. അപ്പൊ ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ലിമിറ്റ് n tends to infinity Fn of x. ഈ Fn of x എന്ന് പറഞ്ഞാൽ എന്താ, ലിമിറ്റ് n tends to infinity probability of xn less than or equal to small x, right? ഇത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സി ഡി എഫിന്റെ ഡെഫിനിഷൻ. probability of x less than or equal to small x. ഹിയർ സീക്വൻസ് ആയതുകൊണ്ട് xn less than or equal to small x. ഓക്കെ, xn less than or equal to x, അതായത് ഈ xnന്റെ സി ഡി എഫ് വേണം. ഈ തന്നിരിക്കുന്നത് പി ഡി എഫ് ആണ്. ഈ പി ഡി എഫ് വെച്ചുകൊണ്ട് സിംപ്ലി നമുക്ക് സി ഡി എഫിലോട്ട് എത്താൻ പറ്റും. അതായത് xn ഫോളോ ചെയ്യുന്നത് യൂണിഫോം മൈനസ് n n ആണ് എന്ന് വെച്ചാൽ അതിന്റെ Fn of x എന്ത് വരും, സൈഡിലോട്ട് ചെയ്ത് നോക്കാം നമുക്ക്. Fn of x is equal to യൂണിഫോം എ ബിയുടെ പി ഡി എഫ് എന്താ, 1 by b minus a. അപ്പൊ ഇവിടെ 1 by n minus -1, that is 1 by 2n. അപ്പൊ നമുക്ക് ഈ സീക്വൻസിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടി, പി ഡി എഫ് കിട്ടി. ഇനി സി ഡി എഫ് കണ്ടുപിടിക്കാൻ എന്താ പാട്, സിമ്പിൾ. പ്രോബബിലിറ്റി ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ x, അതായത് എവിടെയോ മുതൽ x വരെ, ആക്ച്വലി നമ്മുടെ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് -n to n ആണ്. അപ്പൊ എവിടെയോ മുതൽ x വരെ, അതായത് മൈനസ് ഇൻഫിനിറ്റി ടു x. (1 by 2n dx).
ഇനി ഇവിടെ ഒരു പ്രശ്നം എന്താ, നമ്മുടെ ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് -n to n ആണ്. അപ്പൊ ഈ ലിമിറ്റ് എങ്ങനെ വരും? -n to x 1/2n dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/2n is entirely a constant, purely a constant that could be in outside. Then 1 ന്റെ ഇന്റഗ്രൽ x എവിടെ മുതൽ എവിടം വരെ? -n to x. Simple. 1/2n into upper limit x minus n lower limit കൊടുക്കുമ്പോൾ that is x plus n by 2n. This is the CDF of the given sequence. അപ്പൊ നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് PDF എഴുതാം, അത് വെച്ച് നമുക്ക് CDF കണ്ടുപിടിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് fn of x എങ്ങനെ എഴുതാം? അതായത് പ്രോബബിലിറ്റി ഓഫ് xn less than or equal to small x എങ്ങനെ എഴുതാം? 0 if x less than -n. ഇപ്പൊ കിട്ടിയ x plus n by 2n if -n less than or equal to x less than n, and 1 if x greater than or equal to n. Simple. ഇതൊക്കെ എഴുതാൻ അറിയാലോ. നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ CDF PDF ഒക്കെ എഴുതാനായിട്ടാണ്. അപ്പൊ അത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഏറ്റവും ലോവർ ലിമിറ്റിന് താഴെ ഒന്നും ഉണ്ടാവില്ല, 0. ശരിക്കുമുള്ള ലിമിറ്റിനകത്ത് പിന്നെ ലിമിറ്റ് കഴിഞ്ഞാൽ അത് പിന്നെ ടോട്ടലി 1 ആയിരിക്കും വരാം. അപ്പൊ ഇതാണ് നമ്മുടെ CDF. ഇനി ലിമിറ്റ് n tends to infinity fn of x. ഇതിനെ ലിമിറ്റ് എടുക്കണം, ഇതിനെ ലിമിറ്റ് എടുത്ത് നോക്കണം. അപ്പൊ എന്ത് വരും? ലിമിറ്റ് n tends to infinity fn of x എന്ന് വെച്ചാൽ ലിമിറ്റ് n tends to infinity, ഇങ്ങനെ ഒന്നും എഴുതണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതാണ്. 0 x less than -n, x plus n by 2n, -n less than or equal to x less than n, 1 if x greater than or equal to n. ഇതിന് ലിമിറ്റ് കൊടുക്കാം. അതായത് പറഞ്ഞു വരുമ്പോ ഈ ഒരു കോൺസെപ്റ്റിന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചെറുതാക്കാൻ പറ്റുമെന്ന് നോക്കും, ലിമിറ്റ് കൊടുക്കാനുള്ള എളുപ്പത്തിന്. x plus n by 2n എങ്ങനെ ചെറുതാക്കാൻ പറ്റും? ഒരു n കോമൺ ആയിട്ട് എടുത്താലോ? n into x by n plus 1 by 2n. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു n കോമൺ ആയിട്ട് എടുത്തു. അപ്പൊ ഇങ്ങനെ വരുമല്ലോ, ഈ n ക്യാൻസൽ ആയി പോയി. then x by n plus 1 by 2. ഇനി ലിമിറ്റ് കൊടുത്തേ. ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി x by n എന്ത് വരും? any number by infinity that is 0. അപ്പോ this will become 0 if x less than -n, 1 by 2 if -n less than or equal to x less than n, and 1 if x greater than or equal to n. ഇത് കണ്ണു അടച്ച് നമുക്ക് പറയാൻ പറ്റും, this is not a capital F of x. ഇതൊരു CDF അല്ല. ഒരു CDFന് വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടീസും ഇത് ഹാൻഡിൽ ചെയ്യുന്നില്ല. സോ ഇതൊരു CDFലോട്ടല്ല കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? x and not convergence in law to x എന്ന് പറയാം. നമ്മൾ എപ്പോഴും ശരിയാവുന്ന എക്സാമ്പിളുകൾ അല്ലേ ചെയ്യുക, അതുകൊണ്ടാണ് ഞാൻ ശരിയാവാത്ത ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചത്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റൻ അനുസരിച്ച് CDF കണ്ടുപിടിക്കാം, എന്നിട്ട് അത് ലിമിറ്റിൽ ഇട്ട് കൊടുക്കാം, എന്നിട്ട് n tends to infinity അതിനകത്ത് കൊടുത്തു നോക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു CDFന് വേണ്ടുന്ന എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു CDF കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഹിയർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ്സ് നോട്ട് എ CDF. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, convergence in rth mean. Convergence in rth mean അല്ലെങ്കിൽ rth mean convergence എന്നും പറയാറുണ്ട്. Convergence in rth mean അല്ലെങ്കിൽ rth mean convergence എന്നും പറയാറുണ്ട്. അപ്പൊ എന്താണ് rth mean convergence? നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇൻട്രൊഡക്ഷൻ ഇനി അവനെ പറയുകയോ എഴുതാൻ ചെയ്യുന്നില്ല. x നെക്സ്റ്റ് എക്സെട്ര xn ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഓഫ് xn ഒരു xലോട്ട് rth mean convergent ആണെന്ന് പറയണമെങ്കിൽ the very important definition is that limit
n tends to infinity, expectation of mod xn minus x raised to r is equal to 0. ഇത് എവിടെയാണെന്ന് അറിയാം? നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ളത് എസ്റ്റിമേഷൻ പഠിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി ഒക്കെ പറഞ്ഞു വരുമ്പോ അവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ മുന്നത്തെ എസ്റ്റിമേഷന്റെ പ്ലേലിസ്റ്റ് ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ നമ്മളിത് പറയുന്നുണ്ട്. പക്ഷെ ആർത്ത് മീൻ കൺവേർജൻസ് എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആർത്ത് മീൻ കൺവേർജൻസ്. xn മൈനസ് എക്സ്, ഇതെന്താ സംഭവം? എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn മൈനസ് എക്സ് ഹോൾ റേസ് ടു ആർ മ്യൂ ആർ. ഇതാണ് ആർത്ത് മീൻ കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോ ലിമിറ്റ് n tends to infinity മ്യൂ ആർ, ഈ എക്സ്പെക്ടേഷൻ ഓഫ് മോഡ് xn മൈനസ് എക്സ് റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർത്ത് സെൻട്രൽ മൊമെന്റ് ആണ്. സോ മ്യൂ ആർ ആണ്. അത് സീറോയിലോട്ട് അതായത് അതിന്റെ ആൻസർ സീറോയിലോട്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ xn, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? xn കൺവേർജൻസ് ടു x ഇൻ ആർത്ത് മീൻ ആസ് n tends to infinity. ഇതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം നമുക്ക്. xn convergence in x to rth mean. Okay, ഇനി സ്ട്രോങ് കൺവേർജൻസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് എന്താ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഓൾമോസ്റ്റ് ഷുവർ, കറക്റ്റ്, സ്ട്രോങ് കൺവേർജൻസ്, ദാറ്റ് ഇസ് സ്ട്രോങ് കൺവേർജൻസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ് എന്നൊക്കെ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ലിമിറ്റ് n tends to infinity xn equal to x equal to 1. That is strong. xn equal to x ആണ്, അതിനെ tends to അല്ലെങ്കിൽ xn minus x greater than epsilon, വളരെ ചെറിയ ഡിസ്റ്റൻസ്, അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ യാതൊരു ഡിഫറൻസും ഇല്ല. xn xന്റെ ഇടയ്ക്ക് യാതൊരു ഡിസ്റ്റൻസും ഇല്ല. ഇറ്റ്സ് എ സ്ട്രോങ് കൺവേർജൻസ്. xn equal to x ആണ്, പെർഫെക്റ്റ്ലി ഈക്വൽ ടു x ആണ്, ആ പ്രോബബിലിറ്റി 1 ആണ്. സോ ദാറ്റ് ഇസ് സ്ട്രോങ് കൺവേർജൻസ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ്. ഇപ്പൊ നമ്മള് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി പറഞ്ഞു, കൺവേർജൻസ് ഇൻ ലോ പറഞ്ഞു, കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ പറഞ്ഞു, ആൻഡ് ഫൈനലി ഓൾമോസ്റ്റ് ഷുവർ കൺവേർജൻസ് പറഞ്ഞു. ഈ 4 കൺവേർജൻസും വെച്ചുകൊണ്ട് കുറച്ച് റിസൾട്ടുകൾ ഉണ്ട്, അതൊന്ന് പറയട്ടെ. അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ, അതായത് ഒരു സീക്വൻസ് xn എടുത്ത് അതിന് കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ദാറ്റ് ഇംപ്ലൈസ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി. അതായത് ഒരു സീക്വൻസ് കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ ടു 0 ആണെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു 0യും കൂടെ ആയിരിക്കും. ഓക്കെ, അതുപോലെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് കൺവേർജൻസ് ഇൻ ലോയും ഉണ്ടായിരിക്കും. ഇനി കൺവേർജൻസ് ഇൻ ഓൾമോസ്റ്റ് ഷുവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതിനകത്ത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടാവും. കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ കൺവേർജൻസ് ഇൻ ലോയും ഉണ്ടാവും. ഇനി കൺവേർജൻസ് ഇൻ ലോ എപ്പോഴാണ് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്? അതായത് ഒരു സീക്വൻസ് കൺവേർജൻസ് ഇൻ ലോ ടു എ കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. കൺവേർജൻസ് ഇൻ ലോ ആണ്, ഒരു കോൺസ്റ്റന്റിലോട്ട് കൺവേർജൻസ് ഇൻ ലോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയും വർക്ക്ഔട്ട് ആവും എന്ന് എപ്പോഴാ പറയാൻ പറ്റുക? ആ സീക്വൻസ് ഡീജനറേറ്റ് റാൻഡം വേരിയബിൾ ആവുമ്പോൾ. ഫോർ ഡീജനറേറ്റ് എക്സ്, ഡീജനറേറ്റ് സീക്വൻസുകൾക്കാണ് തിരിച്ചു പറയാൻ പറ്റുക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം പോലത്തെ സാധനമാണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ കഴിഞ്ഞ റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാമിനകത്ത്, റിസർച്ച് ഓഫീസറിന്റെ എക്സാമിനകത്ത് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും, ഉണ്ടായിരുന്നു. ഓക്കെ,
അപ്പൊ ഇതും ഇങ്ങനെയുള്ള തിരിച്ചും മറിച്ചും വരുന്ന സാധനങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് നമുക്ക് എക്സ്പെക്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കൺവേർജൻസിന് ആർത്ത് മീൻ ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട്. ഒരു സീക്വൻസ് കൺവേർജൻസിന് ആർത്ത് മീൻ ടു എ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ടു ദാറ്റ് കോൺസ്റ്റന്റ് ഇറ്റ്സെൽഫ് ആയിരിക്കും. അതുപോലെ തന്നെ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ കൺവേർജൻസ് ലോ ആയിരിക്കും. തിരിച്ച് ലോ ടു പ്രോബബിലിറ്റി വരണമെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഡീജനറേറ്റ് ആയിരിക്കും. ഇനി ഓൾമോസ്റ്റ് കൺവേർജൻസ് ആണെന്ന് പറഞ്ഞാൽ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയും ആയിരിക്കും, അപ്പൊ ലോയും ആയിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോ. ഇനി ഇതിനകത്തുനിന്ന് പറയാൻ പറ്റുന്ന വേറെ ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. ഒന്ന് ഒരു റിസൾട്ടേ ഉള്ളൂ. ദാറ്റ് ഇസ് ഇഫ് എക്സ് ഫോളോസ് യൂണിഫോം എ ടു ബി. അങ്ങനെയാണെങ്കിൽ then x1 convergence in probability to A ആയിരിക്കും and xn convergence in probability to B ആയിരിക്കും. This is very important. And also convergence probability ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ ലോയും ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളത് MCQs ആയിട്ട് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. ഒരു 90% ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സ് ഫോളോ ചെയ്യുന്ന യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ലിമിറ്റ്സ് എയും ബിയും ആണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്, അതായത് മിനിമം ഓഫ് എക്സ് എക്സ് എക്സെട്ര എക്സ്, അത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ആൻഡ് ലോ ടു എ കോൺസ്റ്റന്റ് ഇറ്റ്സ് ലോവർ ലിമിറ്റ് എ ആയിരിക്കും. അതുപോലെ എക്സൻ, അതായത് മാക്സിമം ഓഫ് എക്സ് എക്സ് എക്സെട്ര എക്സ്, അത് അതിന്റെ അപ്പർ ബൗണ്ടിലോട്ട് കൺവേർജന്റ് ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. ഒരു 3/4% കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതിപ്പോ നമ്മൾ യൂണിഫോമിന്റെ കേസ് പറഞ്ഞു, ഇതുപോലെ എക്സ്പോണൻഷ്യലിന്റെ കേസിൽ വരാം. പിന്നെ യൂണിഫോം ഒക്കെ ഇങ്ങനെ റിസൾട്ട് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമാണ്. അങ്ങനെയുള്ളത് ചോദിക്കാൻ ചാൻസ് കൂടുതലുമാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്രയുമാണ് മോഡ്സ് ഓഫ് കൺവേർജൻസിൽ പറയുന്നത്. മോഡ്സ് ഓഫ് കൺവേർജൻസിൽ 4 മോഡ്സ് ഓഫ് കൺവേർജൻസ്, അതിന്റെ കുറച്ച് പ്രോബ്ലംസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കൺവേർജൻസ് ഇൻ ആർത്ത് മീൻ എന്ന് പറയുന്ന വളരെ യൂസ്ഫുൾ ആവുന്നത് എസ്റ്റിമേഷനിലെ റിസൾട്ടുകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിന്റെ ബാലൻസ് ആയിട്ട് വരുന്നത് വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഒബേ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് ഇനി വരുന്നത്. അപ്പൊ എല്ലാം കൂടെ പറഞ്ഞ വീഡിയോ അത്ര ലെങ്തി ആക്കുന്നില്ല. ബാക്കിയുള്ളതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ, വീഡിയോ കാണുമ്പോൾ തന്നെ അത് പഠിച്ചു പോവാം. അതിനായിട്ട് ഇനി ഒരു സമയം നമുക്ക് വേണ്ട. ഒരു സ്മാർട്ട് സ്റ്റഡി പോലെ, ഒരു ക്വിക്ക് സ്റ്റഡി പോലെ. ഓക്കെ, അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.